JEE നീറ്റ് ആസ്പിറൻസിനോടാണ്. ഈ വർഷത്തെ പ്രധാനപ്പെട്ട എൻട്രൻസ് എക്സാമുകളുടെ റിസൾട്ടുകളെല്ലാം തന്നെ വന്നു കഴിഞ്ഞു. ഇനി കീം എക്സാമിൻ്റെ റിസൾട്ടും കൂടെ വരാൻ പോവുകയാണ്. അതുകൊണ്ട് അടുത്ത വർഷത്തേക്ക് വേണ്ടി ഹോസ്റ്റൽസിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത കുട്ടികൾ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കഴിഞ്ഞ വർഷം പ്രിപ്പയർ ചെയ്തിരുന്ന ഫ്രണ്ട്സ് പലരും ഇപ്പോൾ റിസൾട്ട് വന്ന് റാങ്ക് അനുസരിച്ച് അവർ നല്ല നല്ല കോളേജുകളിലേക്ക് അഡ്മിഷൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. 1-2 മാസം കഴിഞ്ഞാൽ അവർ കോളേജ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യും. ആ സമയത്ത് നമ്മൾ അഗെയിൻ ഹോസ്റ്റൽസിൽ റിപ്പീറ്റേഴ്സ് ബാച്ചുകളിലും മറ്റും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഷെഡ്യൂൾ ഫോളോ ചെയ്തുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും ചിലപ്പം സങ്കടം തോന്നും, സംശയങ്ങൾ തോന്നും, സെൽഫ് ഡൗട്ട് തോന്നാൻ സാധ്യതയുണ്ട്. ഇവിടെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ ഗോള് മറക്കാൻ പാടില്ല. ഫ്യൂച്ചറിൽ നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോയിന്റിൽ നമ്മുടെ ലൈഫിൽ എത്തും. അതിനു വേണ്ടിയാണ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്റ്റേണലായിട്ട് ഇത്തരത്തിലുള്ള ഒരുപാട് ന്യൂസുകളും തോട്ടുകളൊക്കെ വരും. പക്ഷെ നമ്മുടെ ഫോക്കസ് കൺസിസ്റ്റൻസിയിലായിരിക്കണം. അടുത്ത വീക്കിലെ എക്സാം ഏതാണ്, അടുത്ത യൂണിറ്റ് ടെസ്റ്റിന് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലായിരിക്കണം നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത്. സോ ഇപ്പോൾ ഓൾറെഡി റിപ്പീറ്റേഴ്സ് ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് ഈ വർഷം നല്ല റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കാതെ ആളുകളോട് എനിക്ക് ഫൈനലി പറയാനുള്ള ഒരു മെസ്സേജ് ഇതാണ്: അടുത്ത വർഷത്തെ റിസൾട്ട് സ്വപ്നം കണ്ടുകൊണ്ട് നിങ്ങൾ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യാം. വേറെ ഒരു കാര്യത്തിലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഡിസ്ട്രാക്റ്റഡ് ആവാനോ അതല്ലാന്നുണ്ടെങ്കിൽ ഡിസപ്പോയിൻറ്റഡ് ആവാനോ പാടില്ല. തീർച്ചയായിട്ടും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുടെ സ്റ്റോറീസ് നമ്മൾ കേൾക്കാറുണ്ട്. നല്ല റിസൾട്ടിലേക്ക് എത്താൻ സാധിക്കുക തന്നെ ചെയ്യും.